പിറന്ന നാടിൽ ജീവിക്കുന്നതിനായി പോരാടുന്ന ഫലസ്തീനിലെ സാധാരണ ജനങ്ങളുടെ വേദനയും വിലാപവും ലോക മനസാക്ഷി വേദനയാൽ കത്തിജ്വലിക്കുകയാണ്. മറവിലേക്ക് തള്ളാനാവുന്നതല്ല ഈ വേദന. ഫലസ്തീൻ ജനത അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് എന്നാണൊരു ശാശ്വത പരിഹാരം? ലോകത്തിൻ്റെ ഒരു കോണിൽ ഇരുന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്തകളെക്കാൾ എത്രയോ ഭീകരമാണ് ഫലസ്തീൻ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഫലസ്തീൻ ജനത അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് സ്വന്തം നാട്ടിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യ പോരാട്ടമാണ്. 75 വർഷങ്ങൾക്ക് മുമ്പ് വൈദേശിക ശക്തികൾക്കെതിരെ നടത്തിയ ധീരോജ്വല പോരാട്ടങ്ങളും ത്യാഗോജ്വല സമരങ്ങളും ഓർമ്മകളായി നമ്മുടെ മുന്നിൽ ഉള്ളപ്പോൾ സമാനമായ സ്വാതന്ത്ര്യ പോരാട്ടമാണ് ഫലസ്തീൻ ജനതയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കിരാതമായ ആക്രമണങ്ങൾ, വംശഹത്യ, കുട്ടികളെയും സ്ത്രീകളെയും മൃഗീയമായി ആക്രമിക്കൽ, സമാനതകളില്ലാത്ത ആക്രമണങ്ങൾ, ഒരു രാജ്യത്തെ സാധാരണക്കാർക്ക് നേരെ നിരന്തരമായ പീഡനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്കെതിരെ മനക്കരുത്തിൻ്റെ പിൻബലത്തിൽ പോരാട്ടം നയിക്കുന്ന ഫലസ്തീനിലെ സായുധ സംഘങ്ങളുടെ ജീവൻ ത്യജിച്ചുള്ള പോരാട്ടങ്ങൾ വിജയം അവർക്കരികിലേക്ക് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സയൻറ്റിസ്റ്റ് ഭീകരർക്ക് മുന്നിൽ പതറാതെ പോരാട്ട ഭൂമിയിൽ വിപ്ലവം രചിക്കുന്ന ഫലസ്തീൻ ജനതയ്ക്ക് നമുക്ക് ഐക്യദാർഢ്യം അർപ്പിക്കാം. ഭൂമിയിൽ പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾ സമാധാനത്തോടെ ഇവിടെ വളരട്ടെ. സയൻറ്റിസ്റ്റ് ഭീകരർ തുലയട്ടെ. സമാധാനം പുലരട്ടെ. ഫലസ്തീനിൻ്റെ ഇന്നത്തെ സാമൂഹികാവസ്ഥ വരച്ചു കാണിക്കുന്ന നിശ്ചല ദൃശ്യം ഇതാ നിങ്ങളുടെ മുമ്പിൽ. പോരാളികൾക്ക് മാനസിക പിന്തുണയും സ്വതന്ത്ര ഫലസ്തീൻ പുലരട്ടെ എന്ന പ്രാർത്ഥനയോടെ.